എല്ലാ കാർട്ടൂൺ പ്രേമികൾക്കും ഹാക്കൂസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ മീഡിയയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഈ കേരളത്തിലെ പാവപ്പെട്ട സാധാരണ ജനങ്ങളുടെ ഇപ്പോഴത്തെ നീറുന്ന പ്രശ്നം എന്താണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ക്രിമിനലുകളെ ജയിലിൽ നിന്ന് തുറന്നു വിടുന്ന ഒരു പ്രശ്നമാണോ? നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകള് മാസപ്പടി വാങ്ങിയതൊരു പ്രധാന പ്രശ്നമാണോ? പുറം കരാർ കോടികളുടെ പുറം കരാർ നൽകുന്നത് PRD അടക്കം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് റിലേഷന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന PRD അടക്കം PR വർക്കിന് പുറം കരാർ നൽകി കൂടുതൽ കൊടുക്കുന്നത് കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ ഒരു പ്രശ്നമാണ്. CPMൻ്റെ ഉയർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ പെരിയ കൊലക്കേസിൽ കോടതി ശിക്ഷിച്ചത് ഒരു പ്രശ്നമാണോ? ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരിയത് ഒരു പ്രധാന പ്രശ്നമാണോ? റേഷൻ കടയിൽ POS മെഷീൻ ഇപ്പോൾ തകരാറിലായിട്ട് അത് നന്നാക്കാനായിട്ട് ഞങ്ങൾ വരത്തില്ലെന്ന് ഇതിൻ്റെ കരാറെടുത്ത കമ്പനി പറഞ്ഞിരിക്കുക. എന്നുവെച്ചാൽ അവർക്ക് 2.25 കോടി രൂപയാണ് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് അവരിനി നന്നാക്കാൻ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് സമീപ ഭാവിയിൽ റേഷൻ വിതരണം തന്നെ നിൽക്കും. അതൊരു പ്രശ്നമാണോ കേരളത്തിൽ? പിന്നെ സാമ്പത്തിക പ്രതിസന്ധി മൂലം സകല രംഗത്തും മാന്ദ്യമാണ്. വാർഷിക പദ്ധതി പോലും വെട്ടിച്ചുരുക്കുകയാണ്. അത് വല്ലതും കേരളത്തിലൊരു പ്രശ്നമാണോ? നമ്മുടെ സർക്കാരിൻ്റെ മരുന്ന് വിതരണ കോർപ്പറേഷൻ, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഈ മരുന്ന് കമ്പനികൾക്ക് പൈസ കൊടുക്കാത്ത, ഈ ബില്ല് കൊടുക്കാത്ത കാരണം അവർ ഇനിയിപ്പം വിതരണം നിർത്തിവെക്കാൻ പോകുകയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പം സർക്കാർ ആശുപത്രികളിലൊന്നും മരുന്ന് കിട്ടാത്ത ഒരവസ്ഥയാണ് വരാൻ പോകുന്നത്. അതൊരു വിഷയമാണോ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്? പിന്നെ നമ്മുടെ ADM നവീൻ ബാബുവിനെ കൊന്ന കേസ്, ഒരു ഈ കാലത്ത് വളരെ റെയറായ ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ, ഈ റെയറായെന്ന് പറഞ്ഞാൽ ഈ കൈക്കൂലി വാങ്ങാത്ത, അത് കണക്ക് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന സർക്കാർ ജീവനക്കാർ കുറ്റിയേറ്റ് വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാലത്ത് ഒരു നല്ല ജീവനക്കാരനായ അദ്ദേഹത്തിനെ കൊലയ്ക്ക് കൊടുത്തത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു സഹകരണ രംഗത്തിൻ്റെ കാര്യം പിന്നെ നമ്മൾ പറയണ്ട. സഹകരണ രംഗം മൊത്തം കുത്തൊഴിഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിക്ഷേപം തിരികെ ചോദിച്ച ഒരു സഹകരണ ബാങ്കിൽ പൈസ കിട്ടിയ ആൾ ആത്മഹത്യ ചെയ്തു. ആ ബാങ്കിൽ ആത്മഹത്യ ചെയ്തു. ഇപ്പം നമ്മുടെ മഹാനായ MM മണി പറഞ്ഞിരിക്കുന്നത് ആ മരിച്ച ആളിന് തലയ്ക്ക് തല പരിശോധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അയാൾക്ക് മാനസിക നില പരിശോധിക്കണം. CPMകാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ മാനസിക നില. അവർക്കിഷ്ടമല്ലാത്ത പറയുന്നവരുടെ എല്ലാവരുടെയും മാനസിക നില അവർ പരിശോധിപ്പിക്കും. അതാണ് അവരുടെ ആവശ്യം. ഇപ്പം റോഡിൽ സ്റ്റേജ് കെട്ടിയത് പാവങ്ങളെ സംബന്ധിക്കുന്ന ഒരു വിഷയമാണോ? അത് അങ്ങനെ തന്നെ ചെയ്യും. അല്ലാണ്ട് പിന്നെ റോഡിലല്ലാണ്ട് പിന്നെ മലയുടെ മേളിൽ ചെന്ന് സമരം നടത്താൻ പറ്റുമോ എന്നൊരു നേതാവ് ചോദിച്ചത് മനുഷ്യനെ ബാധിക്കുന്ന കാര്യമാണോ? ഒരു MLAയുടെ മകൻ കഞ്ചാവ് വലിച്ചിട്ട് അവരുടെ തന്നെ പോലീസ്, അവരുടെ തന്നെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനെ രാഖി രാമായണം നാട് കടത്തി. ഇതൊരു ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണോ? ഇങ്ങനെ നമ്മുടെ ചോദ്യം നമുക്ക് ചുറ്റും 100,000 പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഇപ്പം നീറുന്ന പ്രശ്നം, ജനങ്ങളുടെ നീറുന്ന പ്രശ്നം. ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഷർട്ട് ഇടാമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മുഖ്യ പ്രശ്നം. CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ജനകീയ വിഷയം അല്ലെങ്കിൽ നീറുന്ന പ്രശ്നം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് പോകാമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലാണ്. അപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും അനുഭവിക്കുന്ന വിഷമം ഈ ഒരൊറ്റ കാര്യത്തിലാണ്. സനാതനധർമ്മം ഇവിടെ ജനജീവിതം കുട്ടിച്ചോറാക്കുന്നു. പിന്നെ ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകാമോ? ഈ 2 പ്രശ്നങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളൂ. അല്ലാണ്ട് വേറെ യാതൊരു പ്രശ്നവും കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ജനകീയ വിഷയങ്ങളെ ജനങ്ങളുടെ കണ്ണിൽ നിന്ന് അകറ്റി, ഈ ലൊട്ടിലൊടുക്ക് പരിപാടിയിലൂടെ ജനങ്ങളിൽ നിന്ന് അകറ്റി, ഈ നീറുന്ന പ്രശ്നങ്ങളെ ജനങ്ങളിൽ നിന്നും മാറ്റി, അവരുടെ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊള്ളൂത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ചില പരിപാടികളാണ് ഈ സനാതനധർമ്മവും
ക്ഷേത്രത്തിൽ ഷർട്ട് ഊരണോ വേണ്ടയോ എന്നുള്ള തർക്കവും. ഇതൊന്നും ഇതിനും ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമേ അല്ല. ഇതൊന്നും അമ്പലത്തിൽ കഷ്ടപ്പെടുന്നവന് ചിലപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അവന് മുഴുവൻ സമയം കഷ്ടപ്പെട്ടാലേ അവൻ്റെ വീട്ടിൽ അടുപ്പ് പോകത്തുള്ളൂ. അവന് അമ്പലത്തിൽ പോയി ഷർട്ട് ഊരണ്ടോ എന്നുള്ള അവൻ്റെ ഒരു വിഷയമല്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഷർട്ട് ഇടാൻ പറഞ്ഞാലും ചില വിശ്വാസം ഉണ്ടെങ്കിൽ അവന് ഷർട്ട് ഇടത്തില്ല. ഷർട്ട് ഇടാതെ തന്നെ അതുപോലെ അമ്പലത്തിൽ ഷർട്ട് ഊരിട്ട് കയറും. അവിടെ ആരും ഷർട്ട് അഴിച്ച് കളയാനായിട്ട് ആരും ആവശ്യപ്പെട്ടില്ലെങ്കിലും അവൻ്റെ മനസാക്ഷി അതിനെ അനുവദിക്കത്തില്ല. അങ്ങനെയുള്ള കാലത്ത് ഈ നിസാര കാര്യം അല്ലെങ്കിൽ വെറും ചീപ്പ് ഈ വാദഗതികളും കൊണ്ട് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മലീമസമാക്കുകയാണ് ഈ ഭരണാധികാരികൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഈ കാർട്ടൂൺ എന്ന് പറയുന്നത്. നമുക്ക് ഈ പാവങ്ങളുടെ കണ്ണിൽ നിന്ന് ഈ വേറൊരു സംഭവം കൂടി ഇതിനകത്ത് നമ്മൾ ക്ലബ് ചെയ്തിട്ടുണ്ട്. അതായത് മാലിന്യം ഇപ്പോഴത്തെ ഒരു പ്രധാന വിഷയമാണ്. ഇപ്പോൾ തന്നെ സർക്കാർ മാലിന്യം വലിച്ചെറിയൽ വിരുദ്ധ വാരമായിട്ട് ആഘോഷിക്കുകയാണ്. ഇതെല്ലാം വെറുതെ ഗിമ്മിക്കുകളാണ്. ഒരാഴ്ച ഇതെല്ലാം കൊണ്ട് നടക്കുമെന്നല്ലാണ്ട് ഇതൊന്നും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വലിച്ചെറിയൽ വിരുദ്ധ വാരമാണ്. ഈ ഒരാഴ്ച വലിച്ചെറിയായിരുന്നാൽ മതി. ബാക്കിയുള്ള സമയത്തൊക്കെ വലിച്ചെറിയതുകൊണ്ട് കുഴപ്പമില്ല. ഇവരുടെ ഈ ഈവൻറ്റ് മാനേജ്മെൻറ്റും കുറേ ലൊട്ടിലൊടുക്ക് പബ്ലിസിറ്റികളും PR വർക്കും കാരണം കൊണ്ട് സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് വരുത്തരുതല്ലോ. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ചെയ്യുന്ന നാടകങ്ങളാണ് ഇതെല്ലാം. അപ്പം അങ്ങനത്തെ ഈ മാലിന്യ പ്രശ്നവും ഈ മുഖ്യമന്ത്രിയും മറ്റ് ജനങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ മറച്ചു പിടിക്കാനായിട്ട് ചെയ്യുന്ന ഈ വ്യഗ്രതയും കൂടെ ചേർത്താണ് ഇന്നത്തെ ഈ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഈ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. എല്ലാവരും സഹകരിച്ച് കൂടുതൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വരയിലോട്ട് കടക്കാം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. 100,000 പ്രശ്നങ്ങൾ മാലിന്യമായിട്ട് കിടപ്പുണ്ട്. അതിനൊരു മറയായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പുതിയൊരു വിഷയം കൊണ്ട് മറയ്ക്കുകയാണ്.